തമിഴിലെ മാധ്യമ പ്രവർത്തകനും നിരവധി TV പ്രോഗ്രാമുകളിലൊക്കെയും വിശിഷ്ട അതിഥിയായിട്ട് വന്ന് തൻ്റെ വാദഗതികളും അഭിപ്രായങ്ങളുമൊക്കെ നിരന്തരം പൊതുജനത്തിലേക്ക് വർഷിക്കുകയും ചെയ്യുന്ന പാണ്ഡ്യൻ പുതിയ സിന്തനെ TV വന്നിട്ട് വലിയൊരു അഭിമുഖം അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഖുശ്ബു എന്ന നടിയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചാണ്. ആരും ഞെട്ടിപ്പോകുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയത്. അപ്പോൾ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഖുശ്ബുവിൻ്റെ ഇപ്പോഴത്തെ ഭർത്താവായ സുന്ദറിനെ കുറിച്ചാണ്. അയാൾ സംവിധായകനൊക്കെയാണ്. അപ്പോൾ കുറേ കാലം ഇയാൾ ഖുശ്ബുവിൻ്റെ ഒത്ത് ലിവ് ഇൻ ടുഗദർ ബന്ധമായിരുന്നോ ഇല്ലെങ്കിൽ അയാളിൽ നിന്ന് ഖുശ്ബു അവിഹിത ഗർഭം ധരിച്ചു. ഗർഭിണിയായ ഖുശ്ബുവിനെ ഇട്ടേച്ച് ഇയാൾ സുന്ദരമായിട്ട് ദുബായിക്ക് അങ്ങ് മുങ്ങി, അതായത് ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ ഖുശ്ബു ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ സുന്ദറിന് ദുബായിൽ നിന്ന് ഒരു ഫോൺ കോൾ എത്തി. നീ എൻ്റെ കുടുംബത്തിൽ പിറന്ന പെണ്ണിനെ അവളുടെ കൊച്ചിനെ ഇട്ടേച്ച് ഇവിടെ വന്ന് സുഖിക്കുകയാണോടാ, നീ എന്നതാണ് നമുക്ക് കാണാം എന്നാണ് ആ ഫോണിൻ്റെ മറുതലക്കിലുണ്ടായിരുന്ന വ്യക്തി സുന്ദറിനോട് പറഞ്ഞത്. ആ പറഞ്ഞ കക്ഷി ബോംബെയും ദുബായും ലോകം ഒന്നടങ്കം ഞെട്ടി വിറയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഖുശ്ബുവിന് വേണ്ടിയിട്ട് സംസാരിച്ചത് ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. ദുബായിലല്ല ബോംബെ വന്നാലും തൻ്റെ പരിപാടി ഹെദം ഹെദം എന്ന് അയാൾക്ക് മനസ്സിലായി. അതോടുകൂടി സുന്ദർ തിരിച്ചു വന്ന ഗർഭിണിയായ ഖുശ്ബുവിനെ വിവാഹം കഴിച്ചു എന്നാണ് പാണ്ഡ്യൻ പറഞ്ഞത്. ഇനി ഒരു ബാക്കിയൂടെ നിങ്ങൾ കേട്ടോണം. എന്തായാലും ഖുശ്ബു ഇത് കൃത്യമായിട്ട് കണ്ടു, പ്രതികരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എംബോക്കി നായകൻ പിടിച്ച് തല്ലണ്ടേ എന്നും എൻ്റെ മുന്നിൽ വന്ന് ഇവൻ എന്ന് വിടുന്നു അന്നത്തെ ദിവസം ഞാൻ ഇവനെ ചെരിപ്പൂരി അടിക്കുമെന്നും അവൻ ഒറ്റ തന്തയ്ക്ക് വന്നതാ പിറന്നവനാണെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് ഇതൊക്കെ പറയണം എന്നും ഇവിടെ അവർ വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഖുശ്ബു എന്നത് ഒരു തമിഴ് നടിയാണ് എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. എന്നാൽ അവർ ഉത്തരേന്ത്യൻ വേരുകളുള്ള ഒരു സ്ത്രീയാണ്. ഖുശ്ബുവിനെ ഇനി ജീവിതത്തിൽ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യമാണ് നമുക്ക് മുന്നോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഖുശ്ബുവിൻ്റെ ഒപ്പം ജീവിതം പങ്കിട്ട ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ സ്വന്തം പിതാവ് തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ആ ഒരു വ്യക്തി ഇന്ന് ചത്തിട്ടുണ്ടോ ജീവനോടെ ഉണ്ടോ ആ എംബോക്കി നായ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊരു നിലപാടാണ് ഖുശ്ബു പുലർത്തിയത്. സത്യമായിട്ടും അങ്ങനെ തന്നെ വേണം. പക്ഷേ പല നടിമാർ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ മടിക്കുമ്പോഴും ഖുശ്ബു അത് തുറന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു അവയർനെസ് ലഭിക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഖുശ്ബുവിൻ്റെ ജീവിതത്തിലെ പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് അവർ തമിഴ് നടനായ പ്രഭുവിനെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും 4.5 വർഷത്തോളം ലിവ് ഇൻ ടുഗദർ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എപ്പോഴും ചിന്തിക്കണം, പക്ഷേ ഈ പ്രഭുവിൻ്റെ നട്ടലില്ലായ്മ ഇല്ലെങ്കിൽ അയാളുടെ വീട്ടുകാർ കയറി അങ്ങ് മേഞ്ഞു പ്രശ്നമാക്കി ഖുശ്ബുവായിട്ട് ബന്ധം തുടരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ആ പാവത്തിനെ നന്നായിട്ടങ്ങ് തേച്ചു. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിലൊക്കെ പറയാനുള്ളത്, നട്ടലില്ലാത്ത തെണ്ടി വല്ല പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് 4-4.5 കൊല്ലം ജീവിച്ചു, ഒരു ദിവസമോ 2 ദിവസമോ അല്ല. എന്നിട്ട് അവസാനം വീട്ടുകാരിടപെട്ടപ്പോൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടും ആ സ്ത്രീയെ ഉപയോഗിച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ല, വീട്ടുകാർ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള ഒരു ഇതും നട്ടലില്ലായ്മയുടെ മൂർത്തിമത് ഭാവമായിട്ട് മാത്രമേ ഇങ്ങനത്തെ തെണ്ടിയിലൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രഭു എന്ന തെണ്ടിയുടെ ഒപ്പം അല്ലെങ്കിൽ ആ പ്രഭുവിൻ്റെ ഒപ്പം കുറേ കാലം ജീവിച്ചാണ് ഖുശ്ബുവിന് പറ്റിയൊരു മണ്ടത്തരം എന്ന് നമ്മൾ പറയേണ്ടതായിട്ടുള്ളത്. ഇനി ഖുശ്ബുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ മലയാള സിനിമയിൽ ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തിയ നടിയായിരുന്നു. ഇപ്പം സുരേഷ് ഗോപിയുടെ ഒപ്പം അനുഭൂതി, മാനത്തെ കൊട്ടാരം, ആ സിനിമയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളി പാട്ടും മനോഹരമായ ഖുശ്ബുവിൻ്റെ നല്ല പ്രായത്തിലുള്ള അഭിനയവും ശരീരവും, മാംസളമായ ശരീരം, നല്ല കണ്ണ്, മുഖം, ചുണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആളുകൾ തിയേറ്ററിൽ പോകുമായിരുന്നു. അനുഭൂതി എന്നുള്ള സിനിമയുടെ പ്രത്യേകതയൊക്കെ ഞാനിനി പറയേണ്ട കാര്യമൊന്നുമില്ല, നെറ്റിലോട്ടൊക്കെ കയറി നോക്കിക്കോ. ഇപ്പോഴും അതിനകത്ത് നല്ല നല്ല കിടിലൻ സോങ് കാണാൻ പറ്റും. അപ്പോൾ അനുഭൂതി എന്നുള്ള സിനിമയിൽ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ചൂടൻ രംഗങ്ങൾ അത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും, അതായത് വളരെ ലോലമായ ഒരു വസ്ത്രം ധരിച്ച് പണ്ട് നമ്മുടെ വിജയശ്രീയൊക്കെ ചെയ്തതുപോലെ തന്നെ ബോൾഡായിട്ടുള്ള ചില രംഗങ്ങളിലൊക്കെ കൈമയും മറന്ന് അഭിനയിക്കാനുള്ള അവരുടെ ആ സവിശേഷ സിദ്ധി തന്നെയാണ് ഈ ഒരു വിവാദത്തിന് ഇട നൽകിയത്. അതായത്
അനുഭൂതി എന്ന സിനിമയിലെ നായകന് നമ്മുടെ സുരേഷ് ഗോപിയായിരുന്നു. രണ്ടുപേരും ഇപ്പോൾ BJP യിലോട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇവർ സുരേഷ് ഗോപിയായിട്ട് ഉള്ള ആ സീൻ എന്ന് പറയുന്നത് നമ്മുടെ വിജയശ്രീ പണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിച്ചപ്പോൾ അവരുടെ ഡ്രസ്സ് പറഞ്ഞു പോയെങ്കിൽ ഇത് അതൊന്നുമില്ല, വളരെ ലോലമായ ഒരു ഡ്രസ്സ്, പക്ഷേ നല്ല വണ്ണമൊക്കെ ഉള്ളൊരു ശരീരം, ഒരു വിധവയുടെ വേഷമാണ് അഭിനയിക്കുന്നത്. പക്ഷേ വെള്ളത്തിൽ മലർന്നും ചെരിഞ്ഞും കമിഴ്ന്നും ഒക്കെ കിടന്നുകൊണ്ടുള്ള വിവിധ ആംഗിളുകളിലുള്ള ചിത്രങ്ങളാണ് അതിനകത്ത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഖുശ്ബുവിൻ്റെ ഇങ്ങനെ മൂക്കിലൂടെയും ചുണ്ടിലുകളിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പടർന്നൊഴുകുന്ന രംഗം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ കാല്, തുടകൾ, വെളുത്ത ആ ശരീരവും അതിനെ തന്നെ ഒന്ന് ചൂട് പിടിപ്പിക്കുന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ ഉള്ള എന്താണ് ലിപ് ലോക്ക് രംഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പകാലത്തൊക്കെ കാണുമ്പം അതൊക്കെ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അത് കാണാത്തൊരു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടോണം. ഖുശ്ബു മലയാളത്തിൽ അഭിനയിച്ചാൽ എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ പടമാണ്. രതിയുടെ എന്താണ് വിവിധ തലങ്ങൾ, പ്രണയത്തിൻ്റെ മനോഹരമായ തലങ്ങൾ, അത് കൃത്യമായിട്ട് ഒപ്പിയെടുക്കാനും അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനും ഒക്കെ അവരുടെ അഭിനയത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം പാവം പിടിച്ച സുരേഷ് ഗോപിയും നമ്മുടെ ആരാണ് ഖുശ്ബുവും തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു. അവർ തമ്മിൽ ആയിരുന്നു, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാനാണ് ഭയങ്കര ആൾക്കാർക്ക് താല്പര്യവും ഉണ്ടായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പറഞ്ഞാൽ ഗോസിപ്പ് കോളങ്ങളിലൊന്നും അങ്ങനത്തെ വലിയ വാർത്തകളൊന്നും വന്നില്ല. പക്ഷേ സാധാരണക്കാരായ ആളുകൾ പറഞ്ഞു ഇത്ര അഭിനയിച്ചതല്ലേ, അവർ തമ്മിൽ അങ്ങനെ നല്ല ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന്. അത് പലപ്പോഴും നമ്മളുടെ ഒരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് അറിയത്തില്ലായിട്ടാണ്. പിന്നെ സാധാരണക്കാരായ ആളുകളുടെ ആഗ്രഹം ഒരു സിനിമയിൽ നായകനും നായികയും നല്ല ഹോട്ട് രംഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ട്, സ്നേഹമാണ്, പ്രണയമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖം, ഒരു രതിമൂർച്ച സ്വയം കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സുരേഷ് ഗോപി മകളുടെ പ്രായമുള്ള എന്താണ് മമത മോഹൻദാസ്, ആ പെൺകുട്ടിയുടെ ഒത്ത് ലങ്ക എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു. അതിനുശേഷം ഇവർ തമ്മിൽ പ്രണയമായിരുന്നു. പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് സുരേഷ് ഗോപി നൈസായിട്ട് മുങ്ങി, അവരുടെ ഒപ്പമായിരുന്നു ജീവിതം എന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്തും വലിയ വിവാദം ഉണ്ടാകുക, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. ഇത് ഈ സിനിമാ ഫീൽഡിലുള്ള എല്ലാ വ്യക്തികളെക്കുറിച്ചും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നതാണ്. എന്തായാലും ഖുശ്ബുവിനെ ഈ പ്രാവശ്യം കയറി മാന്തിയ പാണ്ഡ്യനെ മിക്കവാറും തല്ല് കിട്ടും. അത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഖുശ്ബുവിനെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും മുന്നോട്ട് പോകുന്നത്. അവർക്ക് 2 പെൺമക്കളുണ്ട്, അവരുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനിയുണ്ട്. അങ്ങനെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സിനിമയിൽ ആ ഖുശ്ബുവിൻ്റെ ശരീരമൊക്കെ ഒന്ന് കാണണമെന്നുള്ളവർക്ക് ഈ സിൽക്ക് സ്മിത, ജയഭാരതി, ഖുശ്ബു, ഈ ഖുശ്ബുവിന് വലിയ മുഖശ്രീ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പല ആളുകളും ഖുശ്ബുവിനെ ഇഷ്ടപ്പെടുന്നത് ഒരു വല്ലാത്ത വശ്യതയുള്ള ശരീരഭാഗങ്ങളും ചലനങ്ങളും, കണ്ണ്, ചുണ്ട്, ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നവരുടെ ആ രീതിയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ആകർഷണമൊക്കെ നമുക്കങ്ങ് തോന്നും. അതാണ് അതിൽ സത്യം. അതിനേക്കാൾ മുഖശ്രീയുള്ള ധാരാളം നടിമാരും മലയാളത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഒരു തമിഴ് നാട് സ്വദേശിനിയാണ്, തമിഴ് നടിയാണെന്നൊക്കെയാണ് ധരിച്ചിരുന്നെങ്കിൽ അടിസ്ഥാനപരമായിട്ടൊരു ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരി തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കൾച്ചറിൻ്റെയും ഒക്കെ പ്രത്യേകതയും അവരുടെ സ്വഭാവത്തിലും ചിന്തകളിലൊക്കെ ഉണ്ടാകും. വളരെ ബോൾഡായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഖശ്രീയേക്കാൾ കൂടുതൽ അവരുടെ ഈ തടിച്ച ഉരുണ്ട ശരീരം ഇഷ്ടപ്പെടുന്ന ആളുകൾ ആയിരുന്നു ഖുശ്ബുവിൻ്റെ ആരാധകർ. നമ്മുടെ ജയഭാരതി, വാണി വിശ്വനാഥ്, ശ്രീവിദ്യ, ഷീല, ഷക്കീല, നിങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചോളുക. ഇങ്ങനത്തെയുള്ള സ്ത്രീകളുടെ ആ ഒരു ശരീരപ്രകൃതിയോട് അല്ലെങ്കിൽ അത്തരം സ്ത്രീകളോട് താല്പര്യമുള്ള ആളുകളായിരുന്നു മലയാള നാട്ടിൽ ഒരു കാലത്ത് കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ സിനിമ വരുന്ന എല്ലാ അസ്ഥികൂടങ്ങളാണല്ലോ, പ്രത്യേകിച്ച് മുഖശ്രീയും വേണ്ട, ഒന്നും വേണ്ട, ശരീരവും വേണ്ട. പക്ഷേ ഇത്തരത്തിലുള്ള അല്പം വണ്ണമൊക്കെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലച്ചോറിലോട്ട് ഡോപ്പമിൻ വർദ്ധിക്കുന്ന പഠനം പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തടിച്ച സെക്സി ആയിട്ടുള്ള പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ആണുങ്ങൾക്ക് ഇത്തരത്തിൽ ലൈംഗിക വികാരം ഉണരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യുൽപാദന ശേഷിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട്, സ്ത്രീ സൗന്ദര്യം, സാമൂഹികമായ പശ്ചാത്തലം, കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് ഒരു സ്ത്രീ എന്നാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ കാണുമ്പോൾ ആളുകൾക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു തോന്നലിൽ നിന്നുണ്ടാകുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും
ഖുശ്ബുവിൻ്റെ ജീവിതത്തിലേക്ക് വന്ന പ്രധാനപ്പെട്ട ആളുകളായിട്ട് ഇത്രയും പേരുടെ പേരൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും ഭാഗ്യത്തിന് പാവം മോഹൻലാൽ അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ പാവപ്പെട്ടവൻ്റെ പേരും അതിൻ്റെ ഒപ്പം ഉറപ്പായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത കാലത്ത് എവിടെയോ ഖുശ്ബുവിനെ കണ്ട് സുരേഷ് ഗോപി ഈയുടെ അടുത്തേക്ക് ഖുശ്ബു ഓടിച്ചെന്ന് കെട്ടി അങ്ങ് പിടിച്ച് മറിയുന്ന സീനൊക്കെ, ഇല്ലെങ്കിൽ അവർ സ്നേഹപ്രകടനം നടത്തിയതാണെങ്കിലും അതൊക്കെ വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്വേതാ മേനോന് സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് അത് വലിയ വാർത്തയാണ്. അതിനെക്കുറിച്ച് ആൾക്കാർ വിമർശിച്ചു. അവൾക്ക് സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കാൻ വേറെ ആരാണ്ട് മന്ത്രിമാരൊന്ന് തൊട്ടെന്ന് പറഞ്ഞുകൊണ്ടേ കേസ് കൊടുത്തതാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്താണേലും വളരെ ശക്തമായിട്ട് ഖുശ്ബു ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ.